വിവോയുടെ വിവോ V27 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 38,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V27 Pro എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ കാര്യങ്ങൾ 3 സെക്ഷനിലായിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 60 ഡിഗ്രിയോളം കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അപ്പം അത് നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാവുന്നതാണ്. പിന്നെ കളർ ചേഞ്ചിങ് ബാക്ക് പാനൽ വരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാവുന്നതാണ്. ചില ആൾക്കാർക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് തോന്നിയേക്കാം. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. അമോലെഡ് ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനാണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 182 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.36 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയൊക്കെ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ മാജിക് ബ്ലൂ അതുപോലെ തന്നെ നോബിൾ ബ്ലാക്ക് എന്നീ 2 കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 8200 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള iQOO Neo 7 എന്ന ഫോണിലും ഇതേ സെയിം പ്രോസസ്സറൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. 38,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. അപ്പം അതും നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7ഓളം 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR5 റാമും അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കും ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല ഫോണുകളിലും നമുക്ക് മെമ്മറി കാർഡ് സ്ലോട്ടും അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് നിരാശപ്പെടുത്തി എന്നുള്ള ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8GB റാം വരെ നമുക്ക് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ f1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇത് സോണി IMX 766Vയുടെ മെയിൻ ക്യാമറ സെൻസറാണ്. വോയിസ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത് 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 50 മെഗാപിക്സലിൻ്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പ് ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ പൊതുവേ വിവോയുടെ ഫോണുകളിൽ ക്യാമറയിൽ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് V സീരീസിലൊക്കെ. അപ്പം ഈ ഒരു ഫോണിലും അതുപോലെ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി പോലുള്ള എക്സ്ട്രാ കുറേ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4600 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 37,999 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 39,999 രൂപയാണ്. പിന്നെ 12GB റാം വെർഷൻ്റെ വില വരുന്നത് 42,999 രൂപയാണ്. മാർച്ച് 6 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ HDFC, ICICI, കൊഡാക് മഹീന്ദ്ര, HDBയുടെ ഒക്കെ ബാങ്കിൻ്റെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3000 to 3500 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ കാർഡുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് യൂസ് ചെയ്യുക ഈ ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അതായത് പുറത്ത് ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ V27 Pro എന്ന സ്മാർട്ട് ഫോണിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ 38,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. പൊതുവേ ഓഫ്ലൈൻ ഫോണുകളുടെ കാര്യത്തിൽ വില അത്യാവശ്യം കൂടാറുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ ഒരു പ്രൈസ് റേഞ്ചിൽ Vivo V27 Pro എന്ന സ്മാർട്ട് ഫോണിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്തൊരു ഫോൺ എന്ന് പറയാവുന്നതാണ്. ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഫോണാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. എന്തായാലും Vivo V27 Pro എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.